ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അവരുടെ EVS അഥവാ പരിസര പഠനം എന്ന വിഷയത്തിലെ സെക്കൻഡ് ടേം പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാം. മക്കൾ റെഡിയാണല്ലോ? നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വെറും 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ എക്സാമിന് ശേഷം നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വെറും 89 രൂപയ്ക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. മെമ്പർഷിപ്പിനുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മറക്കണ്ട മക്കളെ, 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് 89 രൂപ മാത്രമേ നിങ്ങൾക്ക് മന്ത്ലി ഫീ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വീട്ടിൽ 1-2 കുട്ടികളുണ്ടെങ്കിലും എല്ലാവർക്കും കൂടി ആ ഒരു എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് EVSൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും അതോടൊപ്പം മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ടീച്ചർ ഇവിടെ ഇംഗ്ലീഷ് മീഡിയവും അതുപോലെ തന്നെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിക്കുക മക്കളെ, നമ്മുടെ എൻവിറോൺമെൻറ്റൽ സയൻസിലെ പരിസര പഠനം നോക്കിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1, ഇൻ മെനി ഫോംസ് ഇൻ മെനി ഷേപ്സ് അല്ലേ. അതായത് പല രൂപത്തിൽ പല ആകൃതിയിൽ എന്നാണ് പ്രവർത്തനം 1 വരുന്നത്. നോക്കിക്കുക മക്കൾ, ആദ്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതിൽ ആക്ടിവിറ്റി 1ൽ ഈ ക്വസ്റ്റ്യൻ ആണ്. വെൻ എ സ്മാൾ വീൽ വാസ് പ്ലേസ്ഡ് അണ്ടർ എ റണ്ണിങ് ടാപ്പ് ഇറ്റ് സ്റ്റാർട്ടഡ് സ്പിന്നിങ്. വാട്ട് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഹെൽപ്പ് ദി വീൽ ടു സ്പിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കുക മക്കളെ, അമ്മു ടാപ്പിനടിയിൽ ഒരു ചെറിയ ചക്രം പിടിച്ചപ്പോൾ അത് കറങ്ങുന്നതായി കണ്ടു. ചക്രം കറങ്ങാൻ വെള്ളത്തെ സഹായിക്കുന്ന സവിശേഷത ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യനിൽ അമ്മു എന്നുള്ള പേര് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഒരു മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യനിലാണ് അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പക്ഷേ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അതായത് ഒരു ചെറിയ ചക്രം എന്ത് ചെയ്തു, ഒരു ടാപ്പിൻ്റെ അടിയിൽ, അതായത് ഒരു പൈപ്പിൻ്റെ അടിയിൽ വെച്ച സമയത്ത് എന്ത് ചെയ്തു, അത് ആ ചക്രം കറങ്ങാനായിട്ട് തുടങ്ങി. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും സ്കൂളിലും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തതായിരിക്കും. ഒരു ടാപ്പ് തുറന്നിട്ട് എന്ത് ചെയ്യുക, ആ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഒരു ചക്രം പിടിക്കുകയാണെങ്കിൽ ചക്രം എന്ത് ചെയ്തു മക്കളെ, കറങ്ങാനായിട്ട് തുടങ്ങി അല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ ഏത് പ്രോപ്പർട്ടി, അതായത് വെള്ളത്തിൻ്റെ ഏത് സവിശേഷതയാണ് അതിന് സഹായിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഏത് സവിശേഷതയാണ്? ആൻസറിലോട്ട് വന്നേ, ഏതാണ്? ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ അല്ലേ. ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ, അതായത് ഒഴുകുന്ന ജലത്തിന് എന്തുണ്ട് മക്കളെ, ശക്തിയുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് ആ ചക്രത്തെ തിരിയാനായിട്ട് സഹായിച്ചിട്ടുള്ളത് അല്ലേ. ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ അഥവാ ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നേ. എക്സ്പ്ലെയിൻ ബോത്ത് സിറ്റുവേഷൻസ് ബേസ്ഡ് ഓൺ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് അല്ലേ. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ വാതകങ്ങളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക എന്നാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ. ഖരം, ദ്രാവകം, വാതകമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? ഗ്യാസസ് അല്ലേ, വാതകങ്ങളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കേ. ദ ഫ്രാഗ്രൻസ് ഓഫ് കോറൽ ജാസ്മിൻ സ്പ്രെഡ്സ് ഇൻ ടു ദി ഹൗസ്. അതായത് പവിഴ മല്ലിപ്പൂവിൻ്റെ മണം വീടിനുള്ളിലേക്ക് വ്യാപിക്കുന്നു അല്ലേ. മല്ലിപ്പൂവിൻ്റെ മണം എന്ത് ചെയ്യാണ്, വീടിനുള്ളിലേക്ക്, വീട്ടിലെല്ലായിടത്തും എന്ത് ചെയ്യണം, ആ സ്മെല്ലെത്താണ്. അപ്പോൾ അത് നമ്മുടെ ഗ്യാസസിൻ്റെ അഥവാ നമ്മുടെ വാതകത്തിൻ്റെ ഏത് സവിശേഷതയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ദി സ്മെൽ ഓഫ് ദി ഫ്ലവേഴ്സ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി എയർ ഹാസ് ദി എബിലിറ്റി ടു ഡിഫ്യൂസ്. സോ ദി സ്മെൽ ഓഫ് ദി ഫ്ലവർ സ്പ്രെഡ് ത്രൂ ഔട്ട് ദി ഹൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാവുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് EVSലോട്ട് വരുന്ന സമയത്ത് ഒത്തിരി വേർഡ്സൊക്കെ പുതുതായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് എഴുതാനായിട്ടുണ്ട്. ഒരിക്കൽ കൂടി നോക്കിക്കേ. The smell of the flower spread throughout the air. Air has the ability to diffuse. So the smell of the flower spread throughout the house എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നോക്കിക്കേ മക്കളെ, പൂവിൻ്റെ വാസന വീടിനുള്ളിൽ വ്യാപിച്ചത് വായുവിലൂടെയാണ് അല്ലേ. നമുക്കറിയാം വായുവിലൂടെയാണ് അത് വ്യാപിച്ചിട്ടുള്ളത്. വായുവിന് വ്യാപന ശേഷിയുണ്ട്, അതാണ് പറഞ്ഞത്. എന്താണ്? എയർ ഹാസ് ദി എബിലിറ്റി ടു ഡിഫ്യൂസ്. എയറിന് എന്തിനുള്ള സവിശേഷതയുണ്ട്?
ശേഷിയുണ്ട്, അത് വ്യാപിക്കാനുള്ള ശേഷിയുണ്ട് അല്ലേ. അതിനാൽ പൂവിൻ്റെ സുഗന്ധം വീടിനുള്ളിൽ പരന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അത്തരത്തിൽ വേണം മക്കളെ ആൻസർ ചെയ്യാനായിട്ട്. ഇനി നമുക്കതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ആദ്യം ഇംഗ്ലീഷ് മീഡിയം പറയാം അല്ലേ. വെൻ എ ഗ്ലാസ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് പുഷ്ഡ് ഇൻ ടു വാട്ടർ ദി വാട്ടർ ഡസ് നോട്ട് ഈസിലി എൻറ്റർ ദി ഗ്ലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. നോക്കിക്കേ, ഒരു ഗ്ലാസ് തലകീഴായി വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ വെള്ളം ഗ്ലാസ്സിനുള്ളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നില്ല. അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഒരു ഗ്ലാസ് എന്ത് ചെയ്യുക, കമത്തി കഴിഞ്ഞ ബക്കറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടവലിൻ്റെ എങ്ങാനും ഒരു പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് താഴ്ത്തുന്ന സമയത്ത് അത് നമ്മൾ അതേ രീതിയിൽ തന്നെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു തുണി എന്ത് ചെയ്യുന്നില്ല, നനയുന്നില്ല അല്ലേ. ആ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അറിയാം അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു ഗ്ലാസ് തല കീഴായി വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ വെള്ളം ഗ്ലാസ്സിനുള്ളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്. സിൻസ് ദി ഗ്ലാസ് ഈസ് ഫിൽഡ് വിത്ത് എയർ ദർ ഈസ് ഓൺലി എ സ്മാൾ സ്പേസ് ഫോർ ദി വാട്ടർ ടു എൻറ്റർ. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എയർ നീഡ്സ് സ്പേസ് ടു ഓക്യുപ്പൈ. എന്താണ് മക്കളെ നോക്കിക്കേ, ഗ്ലാസ്സിൽ വായു നിറഞ്ഞിരിക്കുന്നതിനാൽ വെള്ളത്തിന് പ്രവേശിക്കാൻ സ്ഥലം ഇല്ലാതായിരിക്കുന്നു. ഇതിൽ നിന്ന് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം അല്ലേ. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്പേസ് വേണം മക്കളെ, വേണം അല്ലേ. വായുവിന് വെയിറ്റ് ഉണ്ട്, അതുപോലെ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യാണ്, ഗ്ലാസ്സിനുള്ളിൽ വായു നിറഞ്ഞിരിക്കുകയാണല്ലേ, നമ്മൾ നേരെ താഴേക്കാണ് ഗ്ലാസ് താഴ്ത്തുന്നത്. ആ സമയത്ത് വായു പുറത്തേക്ക് പോകുന്നില്ല അല്ലേ. അപ്പോൾ പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഡയറക്റ്റ് നേരെ താഴ്ത്താതെ കുറച്ചൊന്ന് ചെരിച്ച് പിടിച്ച് നമ്മൾ താഴ്ത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഗ്ലാസ്സിനകത്തേക്ക് വെള്ളം കയറില്ല. അപ്പോൾ ഒരു കുമിള പോലെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. അതെന്താണ് മക്കളെ, യെസ്, ഗ്ലാസ്സിനുള്ളിലുള്ള വായു എയർ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ നേരെ നമ്മൾ താഴേക്ക് താഴ്ത്തുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫ്രം ദീസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ആൻഡ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പദാർത്ഥങ്ങളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്യുന്ന താഴെയുള്ള പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. കംപ്ലീറ്റ് ദി ടേബിൾ ബിലോ വിച്ച് കമ്പയർസ് ദി പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു കോളം എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ, അതായത് അതിൻ്റെ അവസ്ഥ. ദെൻ നമുക്ക് വെയിറ്റ് ആണ് തന്നിട്ടുള്ളത്, അതായത് ഭാരം. പിന്നെ നമുക്ക് ഷേപ്പ് അല്ലേ, അതിൻ്റെ ആകൃതി തന്നിട്ടുണ്ട്. പിന്നെ അതിനൊരു എക്സാമ്പിളിൻ്റെ കോളം. ഇത്തരത്തിലുള്ള 4 കോളംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റേറ്റിൽ, അതായത് അവസ്ഥയിൽ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്, ഖരം, ദ്രാവകം, വാതകമാണ്, അതായത് സോളിഡ് പിന്നെ ഏതാണ്, ലിക്വിഡ്, അതുപോലെ തന്നെ ഗ്യാസ് അല്ലേ. ഇത് 3 തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ വെയിറ്റിൻ്റെ കോളത്തിൽ സോളിഡിന് അഥവാ ഖരത്തിന് എന്തുണ്ട് മക്കളെ, യെസ്, വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലിക്വിഡിന്, ദ്രാവകത്തിന് എന്തുണ്ട്, വെയിറ്റ് ഉണ്ട്. ഇനി വാതകത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് മക്കൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ദെൻ ഷേപ്പിലോട്ട്, ആകൃതിയിലോട്ട് വരുമ്പം ഖരത്തിന് കൃത്യമായതുണ്ട്, ദ്രാവകത്തിന് അതുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ വാതകത്തിന് അഥവാ അതിന് എന്ത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സാമ്പിളിലോട്ട് വരുമ്പം സോളിഡിൽ വരുന്നത് ഷുഗറാണ് കേട്ടോ, പഞ്ചസാരയാണ്. ദ്രാവകത്തിൽ വരുമ്പോൾ അത് മിൽക്കാണ് കേട്ടോ, പാലാണ് വരുന്നത്. വാതകത്തിനൊരു എക്സാമ്പിൾ മക്കളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം നോട്ടിഫൈ ചെയ്താൽ നിങ്ങൾക്കറിയാം, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലേ. എ എന്താണ്, ലിക്വിഡിൻ്റെ അഥവാ ദ്രാവകത്തിൻ്റെ ഷേപ്പാണ് എഴുതേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ അഥവാ വാതകത്തിന് വെയിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, വാതകത്തിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ, ഗ്യാസിൻ്റെ ഒരു എക്സാമ്പിളുമാണ് എഴുതേണ്ടത്. അപ്പോൾ നോക്കിക്കാം മക്കളെ, എ എന്താണ് നോക്കിക്കേ, ടേക്ക് ദി ഷേപ്പ് ഓഫ് കണ്ടെയ്നർ ദേ ആർ ഇൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട, കൂട്ടുകാർക്ക് അവിടെ മനസ്സിലാവാനാണ് എഴുതിയത്. അവിടെ മക്കൾ എന്ത് മാത്രം എഴുതിയാൽ മതി, ഇൻഡെഫിനിറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതായത് മലയാളം മീഡിയത്തിലോട്ട് വരുമ്പം കൃത്യമല്ലാത്തത് എന്നുള്ള രീതിയിലാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ. അതിന് ഏതിൻ്റെ ഷേപ്പാണ് മക്കളെ, ലിക്വിഡിന് അഥവാ ദ്രാവകത്തിന് ഏതിൻ്റെ ഷേപ്പാണ്, ഇറ്റ് ടേക്ക് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നറിൽ. അത് ഏത് കണ്ടെയ്നറിൽ, ഏത് പാത്രത്തിലാണോ വെച്ചിട്ടുള്ളത് ആ പാത്രത്തിൻ്റെ ഷേപ്പിലായിരിക്കും അതുണ്ടായിരിക്കുക. നമുക്കറിയാവുന്നതാണ് അല്ലേ. അതായത് അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻഡെഫിനിറ്റ് എന്ന് വേണം എഴുതാനായിട്ട് കേട്ടോ. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നോക്കിക്കേ,
സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി എന്നാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ദെൻ നമുക്ക് ബി ക്വസ്റ്റ്യനിലോട്ടില്ലേ അതിന് വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഇല്ലേ എന്നുള്ള കാര്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ. വാതകത്തിന് അഥവാ ഗ്യാസിന് വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഇല്ലേ എന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കുക മക്കളെ, എന്താണ് ഹാസ് വെയിറ്റ്, അതിനെന്തുണ്ട്, യെസ് ഭാരമുണ്ട്. ദെൻ ലാസ്റ്റ് വൺ നമുക്ക് ഗ്യാസിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. വാതകത്തിൻ്റെ എക്സാമ്പിൾ എന്താണ് മക്കളെ, ഇവിടെ നോക്കിക്കുക, യെസ് നീരാവിയാണ് അല്ലേ, അഥവാ നമ്മൾ സ്റ്റീം എന്ന് പറയും അല്ലേ, നീരാവി നമുക്ക് എഴുതാവുന്നതാണ്. അപ്പം ഇത്തരത്തിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, അത്തരത്തിലൊരു ടേബിൾ വന്നാൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടേബിളിനെ കുറിച്ച് മക്കൾക്ക് അറിയെങ്കിൽ, ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് സ്വയം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ, ഖരം, ദ്രാവകം, വാതകം എന്നിവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും മക്കൾക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. മക്കൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 1-ൽ തന്നെ ഒരു ബി പാർട്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ. ഒരു ബി ക്വസ്റ്റ്യൻ, ഒന്നെങ്കിൽ എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമുക്കത് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, ആക്ടിവിറ്റി, നെക്സ്റ്റ് ആക്ടിവിറ്റി. മക്കൾ ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് ആക്ടിവിറ്റീസ് മാത്രം നോക്കുക. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ തന്നെ മക്കൾക്ക് ഏറെക്കുറെ നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് ഉള്ള സിലബസിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോകും കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ. നോക്കിക്കുക മക്കളെ, മെനി ഒബ്ജക്ട്സ് മെനി സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞത്. അതായത് പല വസ്തുക്കൾ പല അവസ്ഥകൾ എന്നതാണ് കേട്ടോ. അതും നേരത്തെ ഉള്ള നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടില്ലേ, അത് ഏകദേശം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കുക മക്കളെ, ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. ടീ, petrol and oil, these three substances unlike solids do not have a definite shape. ടു വിച്ച് കോമൺ കാറ്റഗറി ഡു ദീസ് ത്രീ ബിലോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്താവും മക്കളെ, ചായ, പെട്രോൾ, വെളിച്ചെണ്ണ എന്നീ 3 പദാർത്ഥങ്ങൾക്കും ഖരവസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ കൃത്യമായ ആകൃതിയില്ല. ഇവ 3ഉം ഏത് പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടീ, പെട്രോൾ, ഓയിൽ ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് മക്കളെ, യെസ്, ഏതാണ്, ദ്രാവകത്തിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. ദ്രാവകം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ലിക്വിഡ് അല്ലേ, ലിക്വിഡിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾസ് അല്ലേ. അപ്പോൾ മക്കൾ ഓർത്തിരിക്കുക, സോളിഡ്സിന് അഥവാ ഖരത്തിന് എക്സാമ്പിൾ പഠിക്കണം, ലിക്വിഡ്സിന്, ദ്രാവകത്തിന് എക്സാമ്പിൾ മക്കൾക്ക് അറിഞ്ഞിരിക്കണം, ഗ്യാസസ് അല്ലേ, വാതകത്തിന് മക്കൾക്ക് എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. അപ്പം ടീ, പെട്രോൾ, ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു, ലിക്വിഡ്സിൽ ഇൻക്ലൂഡ് ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, what is the reason for the thin layer of fog forming in the outside of cars വിൻഷീൽഡ് ഡ്യൂറിങ് ദി കാൾഡ് സീസൺ എന്നാണ് ചോദിച്ചത്. അതായത് തണുപ്പ് കാലത്ത് കാറിൻ്റെ ചില്ലിന് പുറത്തൊരു നേരിയ മഞ്ഞുപാട രൂപപ്പെടുന്നതിന് കാരണം എന്ത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് മക്കളെ, നമ്മുടെ കാറിനകത്തുള്ള വായുവിലെ ജലകണികകൾ, അതായത് നീരാവിയാണ് മഞ്ഞുപാടയായിട്ട് അഥവാ വെള്ളത്തുള്ളിയായിട്ട് രൂപം മാറിയിട്ടുള്ളത്. ഈ നീരാവി തണുത്ത് ഗ്ലാസ്സിൽ തട്ടുമ്പോൾ തണുത്ത് വീണ്ടും വെള്ളത്തുള്ളികളായി മാറുന്നു. അതായത് സാന്ദ്രീകരണം അവിടെ സംഭവിക്കുന്നു അല്ലേ. കാറിനടുത്തുള്ള ചൂടുള്ള വായു എന്തായിട്ട് മാറും മക്കളെ, മഞ്ഞുപാളിയായിട്ട് മാറും. ഈ നീരാവിൻ്റെ തണുത്ത് ഗ്ലാസ്സിൽ തട്ടുന്ന സമയത്ത് വീണ്ടും അതെന്തായിട്ട് മാറും മക്കളെ, വെള്ളത്തുള്ളിയായിട്ട് മാറും അല്ലേ. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് മക്കൾ ആ ഒരു ചോദ്യത്തിന് വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചുറ്റിക്കുന്ന രീതിയിലാണ് എന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറീനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചോദിക്കുക കേട്ടോ. അപ്പം മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മക്കൾക്ക് ആൻസറിലോട്ട് എത്താം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കാം മക്കളെ, റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ചൂടെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കാം മക്കളെ, സോളിഡ് റിട്ടൈൻ ദർ ഷേപ്പ് ഈവൻ ഇഫ് യു മൂവ് എ പെൻസിൽ ബോക്സ് ഫ്രം ദി ഡെസ്ക് ടു ദി ഫ്ലോർ ഇറ്റ് ഷേപ്പ് വിൽ നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഖരവസ്തുക്കൾ അവയുടെ ആകൃതി നിലനിർത്തുന്നു. ഒരു പെൻസിൽ ബോക്സ് മേശപ്പുറത്ത് നിന്ന് തറയിലേക്ക് മാറ്റിയാലും അതിൻ്റെ ആകൃതി മാറില്ല എന്നാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ,
ലിക്വിഡ്സ് ഹാവ് ദി എബിലിറ്റി ടു ഫ്ലോ ബട്ട് ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. അതായത് ദ്രാവകങ്ങൾക്ക് ഒഴുകാനുള്ള കഴിവുള്ളവയാണ്, എന്നാൽ അവയ്ക്ക് കൃത്യമായിട്ടൊരു ഷേപ്പ് ഇല്ല എന്നാണ് പറഞ്ഞത്. തേർഡ് വൺ നോക്കിക്കേ മക്കളെ, എയർ ഹാസ് എബിലിറ്റി ടു ഡിഫ്യൂസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് വായുവിന് വ്യാപിക്കാനുള്ള കഴിവുണ്ട്. ദെൻ ഫോർത്ത് വൺ നോക്കിക്കേ, വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നാണ് പറഞ്ഞത്. അതായത് വെള്ളം ചൂടാക്കുമ്പോൾ നീരാവി ഉണ്ടാകുന്നു. ഇത് പദാർത്ഥങ്ങളുടെ അവസ്ഥാമാറ്റത്തിന് ഉദാഹരണമാണ്. ദെൻ ഫോർത്ത് വൺ, ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ എന്നാണ് പറഞ്ഞത്. ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏതൊക്കെ സ്റ്റേറ്റ്സ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത് കേട്ടോ. ഒന്ന് ഫസ്റ്റ് വൺ എന്താണ്, സോളിഡ്സ് അല്ലേ, സോളിഡ് സബ്സ്റ്റൻസിന്, അതായത് സോളിഡ് ഖരവസ്തുക്കൾക്ക് എന്താണ്, അവയുടെ ആകൃതി നിലനിർത്താൻ കഴിയുന്നു. അത് നമ്മളിപ്പോൾ ഒരു മേശപ്പുറത്തുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള സാധനം എടുത്ത് നമ്മൾ സ്ഥലം മാറ്റി വെച്ചാലും അതിൻ്റെ ആകൃതി നിലനിർത്തുന്നു എന്നാണ് പറഞ്ഞത്. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞത് ദ്രാവകങ്ങൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ട് അല്ലേ, ലിക്വിഡ്സിന് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു ഷേപ്പ് ഇല്ല എന്നുമാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എയർ ഹാസ് എ എബിലിറ്റി ടു ഡിഫ്യൂസ് ആണ് അല്ലേ, അതായത് വായുവിന് വ്യാപിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു. ദെൻ വെള്ളം ചൂടാക്കുന്ന സമയത്ത് നീരാവി ഉണ്ടാകുക, അത് പദാർത്ഥങ്ങളുടെ അവസ്ഥാമാറ്റത്തിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ പറഞ്ഞത് ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ അല്ലേ, ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട്. ഇനി ഓപ്ഷനിലോട്ട് നോക്കിക്കുക, ഇവിടെ പറയുന്നത് 1, 2, 4 മാത്രമാണ് ശരി എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓൺലി 1, 2 and 4 കറക്റ്റ് പറയുന്നുണ്ട്. ഓൺലി 2, 3, 5 കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓൺലി 1, 3, 4 ആർ കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നും പറയുന്നുണ്ട്. മക്കളെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? നോക്കിക്കേ, എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലേ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അല്ലേ. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. കാര്യം ഇതൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം 2 ആക്ടിവിറ്റീസ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു അല്ലേ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നോക്കിക്കേ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദി ലാൻഡ് ഓഫ് ആർട്ട് എന്നതാണ് കേട്ടോ. അതായത് കലകളുടെ നാട് എന്നതാണ് അടുത്ത പ്രവർത്തനം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് എല്ലാ പ്രാവശ്യവും ഈ ഒരു ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അവയുടെ ചിത്രങ്ങൾ തന്നിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരാറുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു മാർഗം കളി എന്നാണ് പറഞ്ഞത്. അതായത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ മാർഗം കളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തരികയാണ്. അതായത് നമ്മൾ അതിൽ പരിചയപ്പെട്ടിട്ടുള്ള കുറച്ച് കലാരൂപങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ തന്നാൽ അത് ഏത് കലാരൂപമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ പേര് എഴുതാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു 2 or 3 കലാരൂപങ്ങളെ കുറിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം, അവയെക്കുറിച്ച് എഴുതാനായിട്ടുള്ള ചെറിയൊരു ഷോർട്ട് നോട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ചിട്ട് എഴുതാൻ മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ കലാരൂപത്തിനും ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. തിരുവാതിര കളിയുടേത്, മാർഗം കളിയുടേത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഓരോ ആർട്ടിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്ത് മക്കൾ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മളോട് ചോദിച്ചതും അത് തന്നെയാണ്, മാർഗം കളി അല്ലേ. മാർഗം കളിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, അതിൽ ABCD 4 തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ, ഫസ്റ്റ് വൺ, ഇറ്റ്സ് എ മുസ്ലിം ആർട്ട് ഫോം അല്ലേ. അതായത് ഒരു മുസ്ലിം കലാരൂപമാണ് മാർഗം കളി എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദെൻ പറയുന്നത് ഇറ്റ് ഹാസ് 2 phases അല്ലേ, വന്ദനഗാനം ആൻഡ് കഥാഗാനം എന്ന് പറയുന്നുണ്ട്. അതായത് വന്ദനഗാനം, കഥാഗാനം എന്നിങ്ങനെ 2 ഘട്ടങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ നോക്കിക്കേ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കളിയാട്ടം അല്ലേ, അതായത് കളിയാട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ, വുമൺ ഡാൻസ് അറൗണ്ട് എ നിലവിളക്ക് വെയറിങ് ചട്ട ആൻഡ് മുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നടുവിലൊരു നിലവിളക്ക് കൊത്തിവെച്ച് ചട്ടയും മുണ്ടും ധരിച്ച് സ്ത്രീകൾ നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്? അത് നമ്മൾ പറഞ്ഞത് ഒരു മുസ്ലിം കലാരൂപമാണ്. പിന്നെ വന്ദനഗാനം, കഥാഗാനം എന്നിങ്ങനെ 2 ഘട്ടങ്ങളുണ്ട്. കളിയാട്ടം എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ നടുവിലൊരു നിലവിളക്ക് കൊളുത്തി വെച്ച് അതിന് മുന്നിൽ ചട്ടയും മുണ്ടും ധരിച്ച് സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് വരുന്നത് മക്കളെ? നോക്കിക്കേ,
യെസ്, ഡി ഈസ് കറക്റ്റ് അല്ലേ. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഏതാണ്? എല്ലാം ഡി ശരിയാണ് എന്നത് അല്ലേ. അതായത് നടുവിൽ നിലവിളക്ക് കൊളുത്തി വെച്ച് ചട്ടയും മുണ്ടും ധരിച്ച് സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു എന്നതാണ് കറക്റ്റായിട്ട് മാർഗം കളിയോട് യോജിച്ച് വരുന്നത്. അപ്പോൾ ഏതാണ് മക്കളെ കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ് ശരി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ കലാരൂപങ്ങളുടെയും പ്രത്യേകതകൾ എന്താണെന്ന് മക്കൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി അതിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ നോട്ട് അബൌട്ട് ദി ഫോളോയിങ് പേഴ്സണാലിറ്റീസ്. താഴെ ഇവിടെ തന്നിരിക്കുന്ന അവരെ കുറിച്ചിട്ട് ചെറിയൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെക്കുറിച്ചാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. രാജാ രവിവർമ്മ, അതുപോലെ തന്നെ സ്വാതി തിരുനാൾ. രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ ഇവരെക്കുറിച്ച് ചെറിയൊരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടില്ല. അതിലുള്ള ആളുകളെക്കുറിച്ച് മകൾ അറിഞ്ഞിരിക്കണം. രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, ഇനിയും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചർ കുറച്ച് നോട്ട് ഉൾപ്പെടുത്തി. ഇതെല്ലാം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? അവരെക്കുറിച്ചിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ മക്കൾ അറിഞ്ഞിരിക്കുക. ഓക്കെ മക്കളെ, ദെൻ നോക്കിക്കേ. രാജാ രവിവർമ്മ, ഹി വാസ് എ ഫേമസ് പെയിൻറ്റർ ഇൻ ഇന്ത്യ. ഹി ഈസ് കാൾഡ് ദി ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിൻറ്റിംഗ്. It was Raja Ravivarma who introduced to the India the style of painting that was prevalent in Europe. The characters of Indian mythology were mainly created by Raja Ravivarma. He popularized painting by producing inexpensive prints of his painting so that not only the wealthy but also all art lovers could purchase them എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം കേട്ടോ. നോക്കിക്കേ, രാജാ രവിവർമ്മ ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ ചിത്രകാരനായിരുന്നു. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ. നോക്കിക്കേ, അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിൻറ്റിങ് കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ആ ഒരു കാര്യം യൂസ് ചെയ്യുക, അതൊരു പോയിന്റ് യൂസ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അതിന് പ്രത്യേക മാർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. യൂറോപ്പിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നൂതന ചിത്രരചനാ ശൈലി ഇന്ത്യക്ക് പരിചയപ്പെടുത്തിയത് രാജാ രവിവർമ്മയാണ്. ദെൻ ഇന്ത്യൻ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് രൂപം നൽകിയത് പ്രധാനമായും രാജാ രവിവർമ്മയാണ്. ധനികർക്ക് മാത്രമല്ല എല്ലാ ചിത്രങ്ങളുടെ ആസ്വാദകർക്കും ചിത്രങ്ങൾ വാങ്ങാൻ കഴിയുന്ന തരത്തിൽ അവയുടെ ചെലവ് കുറഞ്ഞ അച്ചടി പകർപ്പുകൾ തയ്യാറാക്കി അദ്ദേഹം ചിത്രകലയെ ജനകീയമാക്കി കേട്ടോ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞല്ലോ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യവും മക്കൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ് അല്ലേ. നോക്കിക്കുക മക്കളെ, സ്വാതി തിരുനാൾ വാസ് എ ഗ്രേറ്റ് ruler and a musician who composed over 500 musical composition. Born on 1813, considered to be the most famous musician in Kerala, and his region is known as the golden age of Kerala music. He composed extensively in multiple languages എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, സ്വാതി തിരുനാൾ 500-ലധികം സംഗീത ശില്പങ്ങൾ രചിച്ച ഒരു മികച്ച ഭരണാധികാരിയും സംഗീതജ്ഞനുമായിരുന്നു സ്വാതി തിരുനാൾ. 1813 ഏപ്രിൽ 16 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ സംഗീതജ്ഞനായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം കേരള സംഗീതത്തിൻ്റെ സുവർണകാലം എന്ന് അറിയപ്പെടുന്നു. വിവിധ ഭാഷകളിൽ ധാരാളം രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ സ്വാതി തിരുനാളിനെ കുറിച്ചിട്ടും മക്കൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക കേട്ടോ. അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഒരു സംഗീതജ്ഞനായിരുന്നു എന്നുള്ളത് മെയിൻ പോയിൻ്റാണ്. അതറിഞ്ഞിരിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആളുകളെക്കുറിച്ച് നമുക്ക് പൊതുവേ ഇങ്ങനെ ആളുകളെക്കുറിച്ച് എഴുതാനായിട്ട് തരുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിൻറ്റ് തരാറുണ്ട് കേട്ടോ. അതായത് അവർ ജനിച്ചിട്ടുള്ള വർഷം, പിന്നെ ഏതെങ്കിലും പുസ്തകങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ അവർക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാന ഹിൻസൊക്കെ സൂചനകളൊക്കെ നമുക്ക് തരാറുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം നമുക്കങ്ങനെ തന്നിട്ടില്ല, നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നിങ്ങൾ പാഠഭാഗത്തുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പരിചയപ്പെടുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ധാരണ മക്കൾക്ക് വേണം കേട്ടോ. അതിനോടൊപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഹിൻറ്റ് കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ.
നോക്കിക്കേ മക്കളെ, അടുത്തത് നമ്മൾ ആക്ടിവിറ്റി 3ലേക്കാണ് പോകുന്നത്. ആകാശവിസ്മയങ്ങൾ എന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നമ്മുടെ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോക്കിക്കേ മക്കളെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, എ എന്താണ് നോക്കിക്കേ. ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദി സൺ ഇൻ എ ഫിക്സഡ് പാത്ത് ഏരിയ ഈസ് കാൾഡ് പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് സൂര്യനെ നിശ്ചിത പാതയിൽ ചുറ്റുന്ന ആഘോഷഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദി പ്ലാനറ്റ്സ് ആർ കോൾഡ് സാറ്റലൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഗ്രഹങ്ങളെ ചുറ്റുന്ന ആഘോഷഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. ദെൻ തേർഡ് വൺ നോക്കിക്കേ. ദി സോളാർ സിസ്റ്റം ഈസ് comprised of the sun, the planets revolving around it, the satellite and other celestial bodies. അതായത് സൂര്യനും അതിന് ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റ് ആഘോഷ ഗോളങ്ങളും ചേർന്നതാണ് സൗരയൂഥം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താണ് സൗരയൂഥം, എന്താണ് സോളാർ സിസ്റ്റം എന്നുള്ളതാണ് സി പറയുന്നത് കേട്ടോ. എന്നിട്ട് ഓപ്ഷൻ ഇതാണ്. ഒന്നാമത്തത് എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്, എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് കേട്ടോ. എ ഈസ് കറക്റ്റ്, ബി ഈസ് കറക്റ്റ്, സി ഈസ് കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ ഒന്നും കൂടി നോക്കുക. സൂര്യനെ ഒരു നിശ്ചിത പാതയിൽ ചുറ്റുന്ന ആഘോഷഗോളങ്ങളാണ് ഗ്രഹങ്ങൾ അല്ലേ. എന്താണ് പ്ലാനറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് സെലസ്റ്റിയൽ ബോഡീസ് നമ്മുടെ സൂര്യന് ചുറ്റും ഒരു ഫിക്സഡ് പാത്തിലൂടെ പോകുന്നതിനെയാണ് പ്ലാനറ്റ്സ് അഥവാ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. സൂര്യനെ നിശ്ചിത പാതയിൽ ചുറ്റുന്ന ആകാശ ഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശ ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അത് എന്താണ് സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് ദി പ്ലാനറ്റ്സ് ആർ കാൾഡ് സാറ്റലൈറ്റ് എന്നാണ് പറയുന്നത്. ദെൻ എന്താണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്താണെന്നാണ് മൂന്നാമത് പറയുന്നത്. ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഏതാണ്? ആക്ടിവിറ്റി 3 ഓൾ ആർ കറക്റ്റ്. അതായത് എല്ലാം എന്താണ് മക്കളെ, എല്ലാം ശരിയാണ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് എന്താണ് സാറ്റലൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. സൂര്യനെ നിശ്ചിത പാതയിൽ ചുറ്റുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. പിന്നെ ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശ ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ സൂര്യനും അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും മറ്റ് ആകാശ ഗോളങ്ങളും ചേർന്നതാണ് സോളാർ സിസ്റ്റം അല്ലേ, സൗരയൂഥം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുള്ള പ്രസ്താവനകളാണ് മക്കൾ. ഇതെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇപ്പം പറഞ്ഞിട്ടുള്ള 3 കേട്ടോ. ഗ്രഹങ്ങൾ എന്താണെന്നും ഉപഗ്രഹങ്ങൾ എന്താണെന്നും സൗരയൂഥം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരോടാണ് ടീച്ചർ ഒരിക്കൽ കൂടി പറയുന്നത്. മക്കൾ എന്ത് ചെയ്യുക, അതിൽ നമുക്ക് എന്താണ് അത് എഴുതാന്നുള്ളത് നമുക്ക് കൺസെപ്റ്റ് ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പം എഴുതാൻ പ്രയാസമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് എങ്ങനെയാണോ എഴുതി പഠിക്കാനാണെങ്കിൽ എഴുതി പഠിക്കുക, പറഞ്ഞ് പഠിക്കാനാണ് ഈസിയെങ്കിൽ അങ്ങനെ പഠിക്കുക. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതി ഏതാണോ അതിനനുസരിച്ച് മക്കൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദി പെയേഴ്സ് എന്നുള്ളതാണ്. നോക്കിക്കേ, ഫുൾ മൂൺ ഡേ എന്താണെന്നും മൂൺ എന്താണെന്നും ന്യൂ മൂൺ ഡേ എന്താണെന്നും അതുപോലെ സെലനോളജി എന്താണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിനടുത്ത് തന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി മൂൺ, ദി ഡേ വെൻ ദി മൂൺ ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ദി സൺ ആൻഡ് എർത്ത്, ദി ഡേ വെൻ ദി എർത്ത് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ സൺ ആൻഡ് ദി മൂൺ, എർത്ത് സാറ്റലൈറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് പൗർണമി എന്താണെന്നും ചന്ദ്രൻ എന്താണെന്നും അമാവാസി എന്താണെന്നും സെലനോളജി എന്താണെന്നാണ് നമുക്ക് ഒരു കോളത്തിൽ തന്നത്. ദെൻ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ചന്ദ്രനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനം. സൂര്യനും ചന്ദ്രനും മധ്യത്തിൽ ഭൂമി ആയിരിക്കുന്ന ദിവസം, ചന്ദ്രൻ സൂര്യൻ്റെയും ഭൂമിയുടെയും മധ്യത്തിലായിരിക്കുന്ന ദിവസം ഭൂമിയുടെ ഉപഗ്രഹം. അപ്പം മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഫുൾ മൂൺ ഡേ അഥവാ നമ്മുടെ പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ദി ഡേ, അത് നമ്മൾ ഇവിടേക്കാണ് മാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. ദി ഡേ വെൻ ദി എർത്ത് എക്സാക്ട്ലി ബിറ്റ്വീൻ ദി സൺ ആൻഡ് ദി മൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ അതായത് എർത്ത് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ, അതായത് സൂര്യൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും അല്ലേ, ചന്ദ്രന് രണ്ടിൻ്റെയും എന്താണ് മധ്യത്തിലുള്ള സമയമാണ് അല്ലേ. ദി ഡേ വെൻ ദി എർത്ത് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ സൺ ആൻഡ് ദി മൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ, നമ്മൾ ചന്ദ്രൻ മൂണിനെ നമ്മൾ എവിടേക്കാണ് വരച്ചിട്ടുള്ളത്? എർത്ത് സാറ്റലൈറ്റ് ആണ് അല്ലേ, അതായത് ഭൂമിയുടെ ഉപഗ്രഹം എന്നതിലേക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇനി അടുത്ത് നോക്കിക്കേ മക്കളെ, ന്യൂ മൂൺ ഡേ ആണ്. ന്യൂ മൂൺ ഡേ നമ്മൾ ഇവിടേക്കാണ് വരച്ചിട്ടുള്ളത്.
ഇവിടെ പൗർണമി മക്കൾ ശ്രദ്ധിക്കേണ്ട, മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ആ ഒരു ടേബിളിൽ തന്നിട്ടുള്ളതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം അതിൽ പൗർണമി ഇവിടേക്കാണ്, സെക്കൻഡ് കോളത്തിലേക്കാണ് വരുന്നത് കേട്ടോ. പൗർണമി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെയും ചന്ദ്രത്തിൻ്റെയും മധ്യത്തിൽ ഭൂമിയായിരിക്കും ദിവസം. അതുപോലെ തന്നെ ചന്ദ്രൻ എന്നുള്ളത് കറക്റ്റാണ്, ഭൂമിയുടെ ഉപഗ്രഹം. പിന്നെ അമാവാസി എന്നുള്ളത് ചന്ദ്രൻ സൂര്യൻ്റെയും ഭൂമിയുടെയും മധ്യത്തിലായിരിക്കുന്ന ദിവസമാണ് കേട്ടോ. നമ്മളിവിടെ പറഞ്ഞു ന്യൂൺ മൂൺ ഡേ അല്ലേ, ദി മൂൺ ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് നമ്മൾ പറഞ്ഞു. ദെൻ ലാസ്റ്റ് സെലനോളജി ആണ് അല്ലേ. സെലനോളജി എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കുക മക്കളെ, നമ്മൾ ഫസ്റ്റിലേക്കാണ് വായിച്ചിട്ടുള്ളത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് മൂൺ അല്ലേ, അതായത് ചന്ദ്രനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. അപ്പോൾ ടീച്ചർ ഒരിക്കൽ കൂടി പറയാണ്, ഇംഗ്ലീഷ് മീഡിയമൊക്കെ തന്ന ക്വസ്റ്റ്യനിലെ ആ ഒരു ടേബിളും മലയാളം മീഡിയത്തിലുള്ള ടേബിളും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ആ ഫുൾ മൂൺ ഡേയും അതുപോലെ തന്നെ ന്യൂ മൂൺ ഡേൻ്റെതും, അതായത് അമാവാസിയുടെയും പൗർണമിൻ്റെയും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ടീച്ചർ പറഞ്ഞല്ലോ. ഇനി ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ഇതാണ്, എന്താണ് പൗർണമി, എന്താണ് അമാവാസി അല്ലേ, ഫുൾ മൂൺ ഡേയും അതുപോലെ ന്യൂൺ മൂൺ ഡേയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ചിത്രീകരണം എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിച്ച് കാണുന്നതാണ് അതിൻ്റെ ചിത്രീകരണം. മനസ്സിലായിട്ടുണ്ട് മക്കളെ. അത് നമുക്ക് വഴിയെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതൊന്ന് വരുന്നുണ്ട് കേട്ടോ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദെൻ അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, എന്താണ് ഹൗ ഡു ഡേ ആൻഡ് നൈറ്റ് ഒക്കർ എന്നാണ് ചോദിച്ചത്. അതായത് രാവും പകലും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് രാവും പകലും ഉണ്ടാകുന്നത് നോക്കിക്കുക മക്കളെ. ഡേ ആൻഡ് നൈറ്റ് ആർ കോസ്ഡ് ബൈ എർത്ത്സ് റൊട്ടേഷൻ ഓൺ ഇറ്റ്സ് ആക്സിസ്. ആസ് ദി എർത്ത് സ്പിൻസ്, ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി പ്ലാനറ്റ്സ് ഫേസ് ദി സൺ ക്രിയേറ്റിംഗ് ഡേ ലൈറ്റ്, വൈൽ ദി ഓപ്പോസിറ്റ് സൈഡ് ഫേസിങ് അവേ ഫ്രം ദി സൺ ഈസ് എക്സ്പീരിയൻസസ് നൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റ് എങ്കിലും പഠിക്കുക. എന്തുകൊണ്ടാണ്, ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയുടെ ഭ്രമണം മൂലമാണ് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത് അല്ലേ. ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാനൊക്കെ കഴിയുന്ന കൂട്ടുകാരെന്ത് ചെയ്യുക, ആ ഒരു പോയിന്റും കൂടി എഴുതായിട്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. അല്ലാത്ത മക്കൾ എന്ത് ചെയ്യുക, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ എന്നുള്ളത് എഴുതിയാൽ തന്നെ നമുക്കതിൽ പകുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് EVS കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ലെങ്ത് ആയി പോയിട്ടുണ്ട് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗം നമ്മുടെ പാർട്ട് 2 നമുക്ക് ചെയ്യാം കേട്ടോ. അതിൽ ഇനി നമുക്ക് വളരെ EVSൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 4ാം ക്ലാസ്സിൽ നമ്മുടെ EVSുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഷുവറാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിൽ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. കാര്യം നമ്മൾ ഓരോ ചാപ്റ്ററിലും പ്രധാനപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ പഠിച്ചോളൂ. എല്ലാം വെറുതെ വാരി വലിച്ച് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചർ വീഡിയോ തുടങ്ങുന്ന മുന്നേ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 89 രൂപയ്ക്ക് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത്തരത്തിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ക്ലാസ്സുകളും, അതോടൊപ്പം തന്നെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. വീക്കിലി 3 ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ മക്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനിയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് മുഴുവൻ മാർക്ക് മേടിക്കണം കേട്ടോ. എല്ലാവരും മേടിക്കില്ലേ, നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത സമയം വീണ്ടും കാണാം.